കൂടുതൽ നേട്ടം ഉണ്ടായിരിക്കുന്നു. അത് മാജിക് വാളിൽ നോക്കുമ്പോൾ കൃത്യമായിട്ട് മനസ്സിലാക്കാമല്ലോ. വലിയ പാർട്ടികളും ചെറിയ പാർട്ടികളും ഒക്കെ താരതമ്യം ചെയ്യുമ്പോൾ ഏത് പാർട്ടിക്കും ഏറ്റവും വലിയ നേട്ടമുണ്ടായി, ചേഞ്ച് വന്നതിൽ? അതെ മഞ്ജുഷ, 171 NDAക്ക് നിലവിൽ ലീഡ് ചെയ്യുന്നത്. അതായത് കഴിഞ്ഞ തവണത്തെ അപേക്ഷിച്ച് 50 സീറ്റുകളുടെ അധികം, ഒരു ചെറിയ മാർജിനല്ല, 50 സീറ്റുകൾ അധികമായി അവർ നേടുന്നുണ്ട്. ഇന്ത്യ സഖ്യം 67 സീറ്റാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. 47 സീറ്റുകളുടെ കുറവുണ്ട്. ഇനി പാർട്ടികൾ തിരിച്ചുള്ള കണക്കിലേക്ക് പോവുകയാണെങ്കിൽ JDU തന്നെയാണ് ഏറ്റവും കൂടുതൽ സീറ്റുകൾ. ഇതിൽ തന്നെ എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ പട്നയിൽ പ്രത്യക്ഷപ്പെട്ട ഒരു പോസ്റ്ററാണ്. ടൈഗർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നൊരു പോസ്റ്റർ JDU പ്രവർത്തകരുടെ ഭാഗത്ത് നിതീഷിനെ സൂചിപ്പിച്ചുകൊണ്ട് കടുവ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നു എന്നൊരു പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന് മറുപടിയായി RJD പറഞ്ഞത് ഗുഡ് ബൈ അങ്കിൾ എന്നൊരു പോസ്റ്ററാണ് അവർ തിരിച്ച് മറുപടിയായി വെച്ചത്. ഏതായാലും നിതീഷ് കുമാർ ഇപ്പോഴും ബീഹാർ രാഷ്ട്രീയത്തിൽ ഒരു കടുവ തന്നെയാണ് സൂചിപ്പിക്കുന്ന കണക്കുകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. 74 സീറ്റുകളിൽ അവർ ലീഡ് ചെയ്യുകയാണ്. BJP 73, കഴിഞ്ഞ തവണത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു പ്രകടനം BJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. കഴിഞ്ഞ തവണ അത് 74 ആയിരുന്നു. LJP 18 സീറ്റുകളിൽ ലീഡ് ചെയ്യുന്നു. 29 സീറ്റുകൾ BJP നൽകിയിട്ടുണ്ട് ചിരാഗ് പാസ്വാന്. അതിനെ നീതീകരിക്കുന്ന ഒരു പ്രകടനം ചിരാഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നു. അതായത് BJPക്ക് ഒരുപക്ഷെ JDUവിനേക്കാൾ ഏറ്റവും വിശ്വസ്തമായ സഖ്യകക്ഷിയാണ് LJP. കാരണം ഏത് രീതിയിലും ചിരാഗ് പാസ്വാനെ BJPക്ക് ഉപയോഗപ്പെടുത്താം. അങ്ങനെ അതിനെ നീതീകരിക്കുന്ന ഒരു പ്രകടനം ചിരാഗിന്റെ ഭാഗത്തുനിന്നുണ്ടാവുകയാണ്. 18 സീറ്റുകളിലാണ് LJP ലീഡ് ചെയ്യുന്നത്. അദ്ദേഹം ചോദിച്ച് വാങ്ങിയതാണ്, വിലപേശി വാങ്ങിയതാണ് 29 സീറ്റ്. അതിനോട് നീതീകരിക്കുന്ന ഒരു പ്രകടനം ഏതായാലും LJPയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. HAM 4 സീറ്റുകളിലാണ് ലീഡ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് ഗയ അടക്കമുള്ള മേഖലകളിൽ ജിതൻ റാം മാഞ്ചിക്ക് വലിയ സ്വാധീനമുണ്ട്. അവർക്ക് 6 സീറ്റാണ് അനുവദിച്ചത്. അതിൽ 4 സീറ്റ് അവർക്ക് ലീഡ് ചെയ്യാൻ കഴിയുന്നുണ്ട്. RLM 2 സീറ്റുകൾ ലീഡ് ചെയ്യുന്നു. അങ്ങനെ NDAയിലെ എല്ലാ കക്ഷികളും മെച്ചപ്പെട്ട അല്ലെങ്കിൽ മികച്ച പ്രകടനം തന്നെ കാഴ്ചവെക്കുന്നു. മറിച്ച് ഇന്ത്യ സഖ്യത്തിലേക്ക് വരുമ്പോൾ അതല്ല സാഹചര്യം. ഇന്ത്യ സഖ്യത്തിൽ എല്ലാ പാർട്ടികൾക്കും വലിയ തിരിച്ചടി ഉണ്ടാവുകയാണ്. 66 ആണ് ഇന്ത്യ സഖ്യത്തിന്റെ ആകെയുള്ള കണക്ക്. അത് കഴിഞ്ഞ തവണ RJD ഒറ്റയ്ക്ക് നേടിയതിനേക്കാൾ കുറവ് നമ്പറാണ്. അതായത് RJDക്ക് കഴിഞ്ഞ തവണ 75 സീറ്റായിരുന്നു. ഇത്തവണ അത് 46 എന്ന നമ്പറിലേക്ക് RJD ഒതുങ്ങുകയാണ്. പ്രത്യേകിച്ച് തൊഴിലില്ലായ്മ വലിയ ചർച്ചയാക്കിയിരുന്നു തേജസ്വി. യുവാക്കൾക്ക് സർക്കാർ അധികാരത്തിൽ വന്ന സർക്കാർ ജോലി, ഒരു കുടുംബത്തിൽ ഒരാൾക്ക് സർക്കാർ ജോലി എന്ന വാഗ്ദാനമാണ് തേജസ്വി നൽകിയിരുന്നത്. പക്ഷേ അത്തരമൊരു ഇമ്പാക്റ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ തേജസ്വി ഒരു തരംഗമായിരുന്നു ബീഹാറിൽ എന്ന് നമുക്ക് പറയാം. പക്ഷേ ഇത്തവണ അതല്ല സാഹചര്യം. തേജസ്വിക്ക് അത്തരത്തിൽ ഒരു സ്വാധീനം ബീഹാറിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നാണ് നിലവിലെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 46 എന്ന നമ്പറിലേക്ക് RJD ഒതുങ്ങുമ്പോൾ കോൺഗ്രസ് 14 എന്ന നമ്പറിൽ നിൽക്കുന്നു. CPIM-നും കഴിഞ്ഞ തവണത്തേതുപോലെ ഒരു പ്രകടനം നടത്താൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ തവണ ഏതാണ്ട് 53% ഇന്ത്യ സഖ്യത്തിലെ ഏറ്റവും മികച്ച സ്ട്രൈക്ക് റേറ്റ് ഉള്ള പാർട്ടി CPIM ആയിരുന്നു. പ്രത്യേകിച്ച് അടക്കമുള്ള ജില്ലകളിൽ, ജഹാനാബാദ് അടക്കമുള്ള മേഖലകളിൽ വലിയ സ്വാധീനം അവർക്കുണ്ട്. പക്ഷേ വോട്ടിലേക്ക് വന്നപ്പോൾ അവർക്ക് അത്തരമൊരു പ്രകടനം നടത്താൻ കഴിഞ്ഞിട്ടില്ല. 4 സീറ്റുകൾ മാത്രമാണ് CPM ലീഡ് ചെയ്യുന്നത്. CPM 2 സിറ്റിംഗ് MLA-മാരുണ്ട്, അവർക്ക് സീറ്റ് നൽകിയതാണ്. 4-ൽ പക്ഷേ 1 സീറ്റിൽ മാത്രമാണ് ലീഡ് ചെയ്യാൻ സാധിക്കുന്നത്. CPI വീണ്ടും ലീഡിലേക്ക് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പോഴും 1 സീറ്റിൽ മാത്രമേ CPIക്കും ലീഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. മാത്രവുമല്ല 12 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യത്തിലെ പാർട്ടികൾ നേർക്കുനേർ വന്നു. അതിൽ തന്നെ കോൺഗ്രസും CPIയും 2 സീറ്റുകളിൽ നേർക്കുനേർ വന്നിരുന്നു എന്ന സാഹചര്യം കൂടി ഇതിനോടൊപ്പം ചേർത്ത് വായിക്കാവുന്നതാണ്. അതായത് വളരെ കൃത്യമായി പ്രേക്ഷകരോട് പറയാനുള്ളത്, മഹാസഖ്യത്തിൽ മഹാഗഡ്ബന്ധന്റെ ഭാഗമായിട്ടുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും ഈ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കാൻ സാധിക്കുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും നഷ്ടം മാത്രമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. RJDക്ക് അവരുടെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു, കോൺഗ്രസിന്റെ സീറ്റുകളുടെ എണ്ണത്തിൽ കുറവുണ്ടാകുന്നു. CPIM-നെ സംബന്ധിച്ചിടത്തോളം 12 സീറ്റുകൾ ഉണ്ടായിരുന്നതാണ്, അത് ഇക്കുറി 4 എന്നതിലേക്ക് കുറയുന്നു. CPIക്ക് 2 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്, അത് 1ലേക്ക് കുറയുന്നു. CPIM-ന് 2 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്, അതും 1ലേക്ക് കുറയുന്നു. മഹാഗഡ്ബന്ധനിൽ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് പോലും നില മെച്ചപ്പെടുത്താൻ സാധിച്ചില്ല എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി എടുത്തു പറയേണ്ടത്. മറുഭാഗത്താകട്ടെ NDAയുടെ ഭാഗമായ സഖ്യകക്ഷികൾക്കെല്ലാം തന്നെ വലിയ നേട്ടം കൈവരിക്കാൻ സാധിക്കുന്നു. BJP 74 സീറ്റുകളിൽ മുന്നിട്ട് നിൽക്കുമ്പോൾ JDU 76 സീറ്റുകളിലാണ് ഇപ്പോൾ മേൽക്കൈ പുലർത്തുകയും ചെയ്യുന്നത്. LJPയുടെ വലിയ മുന്നേറ്റം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുന്നു. ചിരാഗ് പാസ്വാന്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങളെ അവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്നുവെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അങ്ങനെ വലിയ നേട്ടത്തിലേക്ക് LJPയും എത്തുമ്പോൾ NDAയുടെ ഘടകകക്ഷികളെല്ലാം
തൃപ്തരാകുന്ന സാഹചര്യം ആണ് ഉണ്ടാകുന്നത്. അതേസമയം മഹാഗഡ്ബന്ധൻ ആകട്ടെ 64-65 എന്ന നിലയിലേക്ക് തകർന്നടിയുമ്പോൾ അത് മഹാഗഡ്ബന്ധന്റെ അല്ലെങ്കിൽ ഇന്ത്യ സഖ്യത്തിന്റെ ഭാവിയെ പോലും വലിയ തോതിൽ ബാധിക്കും എന്ന് വേണം നമുക്ക് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ. കോൺഗ്രസിന്റെ നേതൃത്വത്തെ മറ്റു മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികൾ ഇനി അംഗീകരിക്കുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കേണ്ടതായി വരുന്നത്. കോൺഗ്രസ് നേതൃത്വം നൽകുന്ന ഒരു ഇന്ത്യ സഖ്യത്തിനൊപ്പം നിന്നതുകൊണ്ട് എന്തു നേട്ടം എന്ന് മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ചിന്തിക്കുന്ന സാഹചര്യമായിരിക്കും ബീഹാറിന്റെ തെരഞ്ഞെടുപ്പ് ഫലം വരും മണിക്കൂറുകളിൽ നൽകാൻ പോകുന്നത്. അതേസമയം BJP-യോട് ചേർന്ന് നിൽക്കുമ്പോൾ JDU സാധാരണ BJP-ക്ക് നേരെ ഉയരുന്ന വലിയ വിമർശനങ്ങളിലൊന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണോ സഖ്യം രൂപീകരിക്കുന്നത്, ഏതൊക്കെ പൊളിറ്റിക്കൽ പാർട്ടികളുമായാണ് BJP സഖ്യം രൂപീകരിക്കുന്നത്, അവിടെയെല്ലാം ആ സഖ്യ രൂപീകരണത്തിലൂടെ ആ പാർട്ടിയെ ഇല്ലാതാക്കുക, വിഘടിപ്പിച്ച് നിർത്തുക, ചെറുതാക്കി മാറ്റുക, അങ്ങനെ ഒരു പൊളിറ്റിക്കൽ തന്ത്രം എപ്പോഴും BJP പയറ്റാറുണ്ട്. പക്ഷേ ആ തന്ത്രം ബീഹാറിൽ പയറ്റാൻ BJP തയ്യാറായിരുന്നില്ല. അതിന് കാരണം BJP-യുടെ ഇന്നലകളിൽ നിന്നുള്ള അനുഭവമാണ്. നിതീഷ് കുമാറിനെ ഒപ്പം നിർത്താതെ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ അവിടെ വലിയ തിരിച്ചടികളാണ് ഉണ്ടാവുക, അവിടെ മേൽക്കൈ നേടാൻ സാധിക്കില്ല എന്ന് BJP തിരിച്ചറിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെയാണ് 101 സീറ്റുകൾ എന്ന നിലയിലേക്ക് BJP വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായത്, LJP-യെ ഒപ്പം നിർത്താൻ BJP തയ്യാറായത്. അങ്ങനെ BJP അടക്കം സ്വീകരിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ അതേപടി വിജയിച്ചു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ ഇതാ NDA 175 സീറ്റുകളിൽ വ്യക്തമായ മേൽക്കൈ. ഇനി ഒരു തിരിച്ചുപോക്കിലേക്കില്ല. ആ കുതിപ്പിന് തടയിടാൻ മഹാസഖ്യത്തിന് സാധിക്കില്ല. ബീഹാർ ഞങ്ങളുടെ കൈകളിൽ ഭദ്രമെന്ന് ഒരിക്കൽ കൂടി പറയുകയാണ്. മിഥിലയിലെ അമ്പൽപ്പാടങ്ങളിൽ താമര വിരിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്ന് BJP ഉറക്കെ പറയുകയാണ്. അങ്ങനെ സമസ്ത മേഖലകളിലും BJP-യുടെ പടയോട്ടമാണ് ഇപ്പോൾ കാണുന്നത്. മിഥിലയിൽ മാത്രമല്ല, മഗധയിൽ BJP-യുടെ തേരോട്ടം കാണാൻ സാധിക്കുന്നു. ഭോജ്പൂരിലെ ഗ്രാമീണ മേഖലകളിൽ BJP വ്യക്തമായ മേൽക്കൈയാണ് പുലർത്തിക്കൊണ്ടിരിക്കുന്നത്. ഭഗൽപൂർ മേഖലയിലടക്കം BJP-യുടെ തേരോട്ടത്തിന് തടയിടാൻ മഹാഗഡ്ബന്ധന് സാധിക്കാതെ പോകുമ്പോൾ ബീഹാർ ഒന്നടങ്കം താമര വിരിയിക്കുന്ന സാഹചര്യം, ജനതാദളിന് ഒപ്പം നിൽക്കുന്ന സാഹചര്യം, JDU-വിന് ഒപ്പം നിൽക്കുന്ന സാഹചര്യം. അങ്ങനെ NDA മുന്നണി വളരെ വലിയ സാന്നിധ്യമായി മാറുന്നു, മുന്നേറ്റമായി മാറുന്നു. മറുഭാഗത്ത് RJD-യുടെ നിലനിൽപ്പ് പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നു. ലാലു പരിവാറിന്റെ കാലം കഴിഞ്ഞോ എന്ന ചോദ്യമായിരിക്കും. ഇതാ ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു ബീഹാറിൽ. JDU-വിന്റെ പതാകകൾ ഉയർത്തിക്കൊണ്ട് ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. BJP കേന്ദ്രങ്ങളിൽ ഡൽഹിയിലടക്കം ആഘോഷം ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ ഇന്ന് വൈകിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിലെ BJP-യുടെ കേന്ദ്ര ആസ്ഥാനത്ത് ജനങ്ങളെ അഭിസംബോധന ചെയ്യുവാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാകില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന അങ്കിൾ എന്ന് രാഷ്ട്രീയ എതിരാളികൾ വിശേഷിപ്പിച്ചിരുന്ന, തലനരച്ച വൃദ്ധൻ എന്ന് വിശേഷിപ്പിച്ചിരുന്ന നിതീഷ് കുമാറിനെ ഒരിക്കൽ കൂടി ബീഹാറിലെ ജനത നെഞ്ചേറ്റുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. JDU അവരുടെ ആവേശത്തിലേക്ക്, ആഘോഷത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നതാണ്. വളരെ കൃത്യമായ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളായിരുന്നു JDU-വും BJP-യും ഇത്തവണ കാഴ്ചവെച്ചത്. അവർ തമ്മിൽ മുന്നണിക്കകത്ത് നിന്നുകൊണ്ട് ഒരു മത്സരം നടത്തിയിരുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. മത്സരിച്ച സീറ്റുകളിൽ വിജയിക്കേണ്ടത് രണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെയും അനിവാര്യതയായിരുന്നു. അത് തന്നെയാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുമ്പോൾ കാണാൻ സാധിക്കുന്നത്. അങ്ങനെ 243 നിയമസഭാ മണ്ഡലങ്ങൾ ഉള്ള ബീഹാറിൽ 175 എന്ന വ്യക്തമായ മേൽക്കൈയാണ് ഉള്ളത്. മാജിക് വാളുമായി കിരൺ ബാബു വീണ്ടും ചേരുകയാണ്. കിരൺ, ഏത് മേഖല പരിശോധിച്ചാലും, അതിപ്പോൾ മിഥിലയാകട്ടെ, മഗധയാകട്ടെ, ഭോജ്പൂർ ആകട്ടെ, എല്ലാ മേഖലകളിലും NDA-യുടെ മുന്നേറ്റം മാത്രമാണല്ലോ കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ തവണ 2020-ൽ RJD-യും അതോടൊപ്പം തന്നെ കോൺഗ്രസും ഒക്കെ പ്രതീക്ഷ പുലർത്തിയിരുന്ന മണ്ഡലങ്ങളിലടക്കം ഇപ്പോൾ പിന്നോട്ട് പോകുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത് കിരൺ? അഭിലാഷ്, അങ്ങനെ തന്നെയാണ്. വ്യക്തമായ തേരോട്ടമാണ് NDA-യുടെ. ബീഹാറിന്റെ അനുഷേദ്യനായ നേതാവ് നിതീഷ് കുമാറാണെന്ന് ഒരിക്കൽ കൂടി തെളിഞ്ഞിരിക്കുന്നു. നിതീഷ് കുമാറിന്റെ പാർട്ടി JDU-വിനാണ് യഥാർത്ഥത്തിൽ ഒരു പാർട്ടി എന്ന നിലയ്ക്ക് ഏറ്റവും വലിയ നേട്ടം ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ